ഹായ് ഫ്രണ്ട്സ്, KS പ്രിലിംസിൻ്റെ പേപ്പർ 1 പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. രുദ്രാദമനെക്കുറിച്ചുള്ള ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അതിൽ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ജുനാഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. ശതകർണി ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഗൗതമിപുത്രൻ്റെ മകനായ വസിഷ്ഠിപുത്ര പുലുമവിക്ക് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ബി, 3 മാത്രമാണ് ശരിയായി പൊരുത്തപ്പെടുന്നവ വിക്രമ ദേവചരിത ബിൽഹൻ, മട്ടവിലാസ മഹേന്ദ്ര വിക്രമവർമ്മൻ, ദേവി ചന്ദ്രഗുപ്ത വിശാഖദത്ത. താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉദ്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? ഓപ്ഷൻ സി, മുദ്രാർ രാക്ഷസൻ. നാലാമത്തെ, പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. ധർമ്മസൂത്രത്തിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അത് തെറ്റാണ്. ശരിയായവ സൂത്രങ്ങളും ശാസ്ത്രങ്ങളും ഒരുമിച്ച് സ്മൃതി എന്നറിയപ്പെടുന്നു. മാനവധർമ്മശാസ്ത്രം മനുവിൻ്റെ നിയമഗ്രന്ഥം എന്നും അറിയപ്പെടുന്നു. യജ്ഞവൽക്യൻ്റെ നിയമപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണ് മിതാക്ഷരം. 5, മുഗൾ ജാഗീർദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി, 4 മാത്രമാണ് ശരിയല്ലാത്തത്. അതായത് ഏതാനും വർഷത്തെ റവന്യൂ പിരിവ് അവകാശങ്ങൾക്ക് ശേഷം ഒരു ജാഗീർദാർ തൻ്റെ നിയമത്തിൽ പാരമ്പര്യ അവകാശങ്ങൾ ലഭിച്ചു. അത് തെറ്റാണ്. അപ്പോൾ ശരിയായത് എല്ലാ മൻസബ്ദാർമാർക്കും ജാഗീർദാർമാരായിരുന്നു. ഔദ്യോഗികമായി തുല്യമായ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കിയ ഒരു ജാഗീറിനെ മൻസബ്ദാർ നിയമിച്ചു. ജാഗീറിൻ്റെ ഒരു ചെറിയ ഭാഗം ബലൂച്ച് ഗക്കർ മേധാവികൾക്കും നൽകി. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നതിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? പൊരുത്തപ്പെടാത്തത് 3ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പൊരുത്തപ്പെടുന്നത് ബാലഗംഗാധര തിലക്, ടെനറ്റ്സ് ഓഫ് ദി ന്യൂ പാർട്ടി, ലാലാ ഹർകിഷൻ ട്രിബ്യൂണൽ. 7, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഇനി പറയുന്ന സംഭവം പരിഗണിക്കുക. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3, 4, 1, 2. അതായത് ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനം, RIN ലഹള ക്യാബിനറ്റ് മിഷൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. ചമ്പാരനിലെ കർഷകർ സിംഗതീയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരി? അതിൽ ഓപ്ഷൻ എ ആണ് ശരി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു. 9, താഴെ പറയുന്ന കാര്യം പരിഗണിക്കുക. പറഞ്ഞതിൽ ആരൊക്കെയായിരുന്നു ഗോത്രവർഗ നേതാക്കൾ? ഓപ്ഷൻ ബി ആണ്. 1ഉം 5ഉമാണ് ഗോത്രവർഗ നേതാക്കൾ, സിഡോയും ബിർസയും. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, 1ഉം 4ഉം മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായത് ഇത് മഹൽനോബീസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കുള്ള ഗാഡ്ഗിൽ യോജന ആരംഭിച്ചു. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം? ഓപ്ഷൻ ബി, 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട്. കേരളത്തിലെ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദം കാരണമാക്കി. ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം? ഓപ്ഷൻ ഡി, സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. 13, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബി അയ്യങ്കാളി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവാണ്? ഓപ്ഷൻ എ, ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് തിരുവിതാംകൂറിന്റെ സാമൂഹിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്. ആ ഉടമ്പടി? ഓപ്ഷൻ സി, മാവേലിക്കര ഉടമ്പടി. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. 17, കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. 18, 1908 മദ്രാസ് എസ്റ്റേറ്റിലെ ലാൻഡ് ആക്ടിലെ ഏതു പ്രത്യേക വകുപ്പാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശമുണ്ടായിരുന്നിട്ടും മലബാർ മേഖലയെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത്? ഓപ്ഷൻ ബി, സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കുടികുടിപ്പുകാർക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പ്.
19 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തികളുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിന്റെ തീരദേശ വ്യാപാരത്തിന് പിൻകാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഓപ്ഷൻ സി പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ 1513. 20 കേരളത്തിൽ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ DK മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? ഓപ്ഷൻ ഡി 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനാട് സമ്മേളനം. 21 1970കളിലെ പെന്റഗണൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്ന ഓപ്ഷൻ സി USA, USSR, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ യൂറോപ്പ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് യൂറോപ്പിന്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത്? ഡി ലൊക്കാർണോ ഉടമ്പടി. 23 ചേരുംപടി ചേർക്കുക. അതിൽ ഓപ്ഷൻ ബി ആണ് ശരി. 1 ഗൈഡഡ് ഡെമോക്രസി സുകാർണോ, പുരോഗമന പ്രസ്ഥാനം USA, അപകോളനീകരണം ബുഖാരിൻ, ഹക്ക് കലാപം ഫിലിപ്പീൻസ്. 24 ആഫ്രിക്കൻ ഐക്യ സംഘടനയുടെ ഉദ്ദേശ്യം? ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊളോണിയലിസത്തിനെ തുടച്ചു നീക്കുക, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കുക, ആഫ്രിക്കൻ ജനതയ്ക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. 25 ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? ബി ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. 26 യോം കിപ്പൂർ യുദ്ധം നടത്തിയത് ഇസ്രയേലിൽ നിന്ന് ആണ്. ഇസ്രയേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശം തിരിച്ചുപിടിക്കാൻ. 27 ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക. ബി ആണ് ശരിയല്ലാത്ത. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു എന്നത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ: ഭാവിയിലെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ USAയും USSRും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയ ലൈൻ സ്ഥാപിച്ചതോടെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി അവസാനിച്ചു. ഓസ്ട്രോ ഹംഗേറിയൻ ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ബാൽക്കൻ ദേശീയത. ജപ്പാനിൽ വ്യവസായവൽക്കരണത്തിനെയും പാശ്ചാത്യവൽക്കരണത്തിനെയും തുടക്കം കുറിച്ചത് മെയ്ജി പുനഃസ്ഥാപനമാണ്. 28 മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ്? ബി മൗറിസ് ഡോബ്. 79 താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. 2 1 4 3. യൂറോപ്പിൽ സംഗീത കച്ചേരി, മൺട്രോ സിദ്ധാന്തം, യങ് ഇറ്റലി, സോൾവെറിൻ. 30 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ശരി. 1B 2A 3D 4C. അലക്സാണ്ടർ ഗർഷൻ ക്രോൺ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം. ഇമ്മാനുവൽ ബാലർസ്റ്റീൻ കാമ്പ് പ്രാന്തപ്രദേശം അർദ്ധപ്രാന്ത പ്രദേശങ്ങളുടെ അവസ്ഥകൾ. എറിക് ഹോബ്സ്ബോം യഥാർത്ഥ സോഷ്യലിസം. ഫെർണാണ്ട് ബ്രാഡൽ ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ്. താഴെ കൊടുത്തതിൽ എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേർണലുകളുടെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക. അതിൽ 1 PS ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് PS വാര്യർ ധന്വന്തിരി, മൂർക്കോത്ത് ശ്രീനിവാസൻ വജ്രസൂചി, കുമാരനാശാൻ വിവേകോദയം, മക്തിത്തങ്ങൾ പരോപകാരി. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണത്തിന്റെ പേര്? ഓപ്ഷൻ ഡി ഇടയ്ക്ക. കോയിമ്പിടരൻ കോയിമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിന്റെ കഥാപാത്രമാണ്? ഓപ്ഷൻ ബി മുടിയാട്ട്. ഇനി പറയുന്നതിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്? ഓപ്ഷൻ എ മുകുന്ദമാല. 35 ചെങ്ങന്നൂരാത്തി എന്ന വീരകഥാപാത്രം ഈ കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ്? സി ഇടനാടൻ പാട്ട്. ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. ഒരു വഴിയും കുറേ നിഴലുകളും, അഗ്നിസാക്ഷി, അലാഹയുടെ പെൺമക്കൾ, ആരാച്ചാർ. 37 ദക്ഷിണ ദ്രാവിഡ ശാഖകളുടെ 4 ഭാഷകൾ ഏതൊക്കെയാണ്? അതിൽ ഓപ്ഷൻ ഡി ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. തമിഴ്, കന്നഡ, തുളു, മലയാളം. തമിഴ്, കന്നഡ, തോട, മലയാളം. 38 വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകളും അതിൻ്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? ഫോസറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുട. 40 കാർഷിക ജോലികളുമായി ബന്ധപ്പെട്ട് അടിയ സമൂഹത്തിലെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവരെ ഏതാണ്? ഓപ്ഷൻ എ കമ്പള നൃത്തം. 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? ഓപ്ഷൻ എ മദ്രാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. 43 ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ സി താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരങ്ങളാണ് മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസിൽ മാപ്പ് നൽകാനുള്ള അധികാരം, പാർലമെന്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം.
44 താഴെ പറയുന്നവയിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളും കേൾക്കാനുള്ള അവകാശം? 44B ആണ് ഇന്ത്യൻ അറ്റോർണി ജനറൽ. 45 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ബി 1ഉം 3ഉമാണ് ശരിയായത്. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. 46 ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എത്രയാണ്? ഓപ്ഷൻ സി 20 ലക്ഷത്തിന് മുകളിൽ. 47 രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ. 48 ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ്. 49 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ PRI ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഡാഷ് ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. ഓപ്ഷൻ ഡി ഗ്രാമസ്വരാജ്. 50 2005 RTI ആക്ടിലെ സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ്. അത് ഡാഷിനുള്ളിൽ നൽകണം. 50ന്റെ ഉത്തരം ഡി 48 മണിക്കൂർ. 51 നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലാളി ഗ്യാരണ്ടി പദ്ധതി പ്രകാരം ശരിയായത് 1ഉം 3ഉമാണ്. എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റിന് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായി ഉന്നതി പദ്ധതി. 52 ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. EBIS എന്ന് പറയുന്നത് 2013ഉം മേഘ്രാജ് എന്ന് പറയുന്നത് 2014ഉം ദീക്ഷ എന്ന് പറയുന്നത് 2017ഉം മേരി പെഹ്ചാൻ എന്ന് പറയുന്നത് 2022ലുമാണ് ആരംഭിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് ഓർ കക്ഷി ചേർന്നിരിക്കുന്നത്? ഓപ്ഷൻ സി കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ 1982. 54 താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഇന്ത്യ 2021-24 ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടികൾ യോഗം. അതിൽ 2 ബ്രിക്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബ്രിക്സ് ഉച്ചകോടി, ആദ്യ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി, SCO ഉച്ചകോടി, ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടി. 55ാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിവിഷനുകൾ ഏതൊക്കെ? 2ഉം 4ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്തോ പസഫിക്, യൂറേഷ്യ. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അത് ഓപ്ഷൻ എ ആണ്. A2, B3, C4, D1 ആണ്. അഴിമതിക്കെതിരായ UN കൺവെൻഷൻ 2011 അംഗീകരിച്ചു. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം 2016 ചേർന്നു. വികലാംഗരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷൻ 2007 അംഗീകരിച്ചു. ഓസ്ട്രേലിയ ഗ്രൂപ്പ് 2018 ചേർന്നു. താഴെ പറയുന്ന ട്രിബ്യൂണലുകളെ പരിഗണിക്കുക. ലാൻഡ് ട്രിബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ. മുകളിൽ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നതിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ പ്രത്യേക ട്രിബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രിബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളല്ല. 58 താഴെ പറയുന്നതിൽ ഏതാണ് ശരി? എയും സിയും ശരിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. 59 താഴെ പറയുന്നതിൽ ഏതാണ് ലിംഗഭേദമില്ലാത്ത നിയമം? ഓപ്ഷൻ എ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012. 60ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. പ്രീ വജൈനം ടെസ്റ്റ് അല്ലെങ്കിൽ 2 ഫിംഗർ ടെസ്റ്റ്, ലൈംഗിക പീഡനം, സ്ത്രീകൾ ഭർത്താവിൻ്റെ സ്വത്തായി. മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എയും സിയും ശരിയാണ്. ബലാത്സംഗ ലൈംഗികാതിക്രമ കേസുകളിൽ നടത്തുന്ന ഈ പരിശോധന സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ക്രിമിനൽ നിയമം സ്ത്രീകളെ ഭർത്താവിൻ്റെ സ്വത്തായി അംഗീകരിക്കുന്നില്ല. 61 താഴെ പറയുന്ന നിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഉത്തരം. പട്ടികജാതി പട്ടികവർഗ നിയമം 1980, വനാവകാശ നിയമം 2006,
പൗരാവകാശ നിയമ സംരക്ഷണ നിയമം 1955. 62 ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. 63 പ്രസ്താവനകൾ പരിഗണിക്കുക. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം പ്രയോഗിക്കാൻ കഴിയൂ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവയിൽ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താൽപര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റ്. ഏതൊരു വ്യക്തിക്കും അതിൽ താൽപര്യം പരിഗണിക്കാതെ പൊതു താൽപര്യ വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയും എന്നത് തെറ്റാണ്. ശരിയാവുക പൊതു താൽപര്യ വ്യവഹാരം ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഫലമാണ്. പൊതു താൽപര്യ വ്യവഹാരം ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്യപ്പെടുന്നു. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി തെറ്റാണ്. ശരിയായവ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. 65 മൗലികാവകാശങ്ങളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. USA ഭരണഘടനയിൽ എന്ന പോലെ മൗലികാവകാശങ്ങൾക്ക് ഇളവ് എന്ന സിദ്ധാന്തം ഡോക്ട്രിൻ ഓഫ് വേവ് ബാധകമല്ല. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവുമല്ലാത്ത മൗലികാവകാശം അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണ്ണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മൗലികാവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ്. ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥാ സമയത്ത് മൗലികാവകാശം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായത് 2, 3, 5 അതായത് ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവുമല്ലാത്ത മായ മൗലികാവകാശം അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണ്ണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥാ സമയത്ത് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. 66 വാദം എ, ഭരണഘടനയുടെ ഭാഗം 3, 4 ഭരണഘടനയുടെ മനസാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കാരണം ഭാഗം 4 അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. ഓപ്ഷൻ ബി ആണ്. എ ശരിയാണ്, പക്ഷേ 6 തെറ്റാണ്. 67 വാദം എ, ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിലുള്ള വ്യത്യസ്തരായിരുന്നെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളിയായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. കാരണം ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. 67 എ ആണ്. ഓപ്ഷൻ എയും 6ഉം ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണമാണ്. 68 ശരിയായ ഉത്തര കോഡ് ഉപയോഗിച്ച് താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ശരി. 1A, 2C, 3D, 4B ആണ്. അതായത് പ്രായമായവരുടെ അവകാശം എന്ന് പറയുന്നത് അശ്വിനി കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. 2 ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം മഹാരാഷ്ട്ര സംസ്ഥാനം വേഴ്സ് പ്രഭാകരൻ പാണ്ഡുരംഗ് സാങ്സിഗർ. മറക്കപ്പെടാനുള്ള അവകാശം നീകുഞ്ച് ടോഡി യൂണിയൻ ഓഫ് ഇന്ത്യ. 4 ഗർഭചിത്രത്തിനുള്ള അവകാശം മീര സന്തോഷ് പാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 69 നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഓപ്ഷൻ ഡി 1, 4 മാത്രമാണ് ശരി. അതായത് ഇത് മനുഷ്യ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെയും പരമോന്നത പ്രകടനമാണ്. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്തം, ഏകപക്ഷീയതയില്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. 70 വാദം ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെന്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കാരണം തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ഓപ്ഷൻ സി എ തെറ്റാണ്, പക്ഷേ 6 ശരി. റീസൺ ശരിയാണ്. 71 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓപ്ഷൻ ബി 21 വയസ്സ്. 72 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു, 30 പേർ ഹോക്കി മാത്രം കളിക്കുന്നു, 25 പേർ വോളിബോൾ മാത്രം കളിക്കുന്നു, 12 പേർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു, 7 പേർ ഹോക്കിയും വോളിബോളും കളിക്കുന്നു, 3 അംഗങ്ങൾ എല്ലാ കായിക ഇനവും കളിക്കുന്നുവെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനമെങ്കിലും കളിക്കും?
ഓപ്ഷൻ എ 25. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക ഭാഷയിൽ ക്ലാസ് എന്നത് UUCNE എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എന്നതിൻ്റെ കോഡ് ഓപ്ഷൻ ഡി PQKVEGO. 74 A+B എന്നാൽ A Bയുടെ മകൾ എന്നും A ഹരിക്കണം B എന്നാൽ A Bയുടെ അമ്മയെന്നും A ഇൻറ്റു B എന്നാൽ A Bയുടെ മകനെന്നും A - B എന്നാൽ A Bയുടെ പിതാവ് എന്നും കരുതുക എങ്കിൽ P+Q - R ഇൻറ്റു S ഹരിക്കണം T ആണെങ്കിൽ P Tയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി P എന്നത് Tയുടെ സഹോദരിയാണ്. X എന്നത് ഒരു 3 അക്ക സ്വാഭാവിക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയുടെ അതിൻ്റെ വിപരീത സംഖ്യയുടെയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് അക്കവും യൂണിറ്റിൻ്റെ Xൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം ഓപ്ഷൻ സി 1. ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിന് 20 മീറ്റർ കുറവ് വരുന്നു. അവർ തൻ്റെ വേഗത 40% വർദ്ധിപ്പിച്ചാൽ അതേ സമയം തന്നെ അവർക്ക് 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യുന്നു. ട്രാക്കിൻ്റെ നീളം എത്രയാണ്? ഓപ്ഷൻ സി 95 മീറ്റർ. താഴെ കൊടുത്തിരിക്കുന്ന പൈചാർട്ട് ഓഫീസ് യാത്രക്കാർ അവരുടെ ഓഫീസിലെത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. യാത്രയ്ക്കായി 4 ചക്ര വാഹനം ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോണം ഓപ്ഷൻ എ 202.5 ഡിഗ്രി. 78ാമത്തെ ക്വസ്റ്റ്യൻ, 100 പേർ ഒരു സ്പെൽ ബി മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടക്കുന്നു. ഓരോ റൗണ്ടിന് ശേഷം റൗണ്ടിലെ തോൽവി മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയും റൗണ്ടിലെ വിജയ് ഗെയിമിൽ തുടരുകയും ചെയ്യുന്നു. റൗണ്ടുകളൊന്നും സമനില അല്ലെ സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയെ തീരുമാനിക്കാൻ എത്ര റൗണ്ട് കളിച്ചു? ഓപ്ഷൻ ഡി 99. താഴെയുള്ള ചിത്രത്തിൽ AC എന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. AB = 12 BC = 5 ആണെങ്കിൽ ഷേഡുള്ള ഭാഗത്തിന്റെ വിസ്തീർണം കണ്ടെത്തുക. ഓപ്ഷൻ ബി 102.73. അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നത്, അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല എന്ന പ്രസ്താവനയുടെ നിഷേധം. ഓപ്ഷൻ ഡി അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല അല്ലെങ്കിൽ അമൻ മുംബൈയിൽ താമസിക്കുന്നു. 81 3+5+7+9+etc എന്ന പരമ്പരയ്ക്കും 3+6+9+12 എന്ന പരമ്പരയ്ക്കും ഇടയിലുള്ള 100ാമത്തെ പൊതുപദം ബി 597. 2025 മാർച്ച് 15 ശനിയാഴ്ചയായാൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? ഓപ്ഷൻ എ 20. 83 ഒരു ക്ലോക്കിൽ 10 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണ്? സി 245 ഡിഗ്രി. പലിശ നിരക്ക് 15% ആണെങ്കിൽ 3 വർഷത്തിന് ശേഷം 10,000 രൂപ ലഭിക്കുന്ന സംയുക്ത പലിശയും ലളിതമായ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 84 D 310 രൂപ. 85 ഒരു കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അയാളുടെ വിൽപ്പന വില 100 രൂപ കൂടുതലായിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. ചെലവ് വില എത്രയായിരുന്നു? ഓപ്ഷൻ എ 500 രൂപ. 86 സ്റ്റേറ്റ്മെൻറ്റ്. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ പുറം കാമ്പ് ദ്രാവകമാണ്, അതേസമയം അകക്കാമ്പ് ഖരമാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിലെ അപാരമായ മർദ്ദം ഉയർന്ന താപനില ഉണ്ടായിരുന്നിട്ടും അകക്കാമ്പിനെ ഖരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. ഓപ്ഷൻ എ ശരി. ഓപ്ഷൻ എ ആണ് ശരി. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. 87 നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3ഉം 4ഉമാണ് ശരി. ശുക്രനും യുറാനസും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസിലുള്ള ദിശയിലൂടെയാണ് കറങ്ങുന്നത്. എല്ലാ ഗ്രഹങ്ങളും ഭ്രമണപഥങ്ങൾ സൂര്യൻ്റെ ഭൂമധ്യരേഖയിലൂടെ കടന്നുപോകുന്ന ഒരേ തലത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 88 അന്തരീക്ഷത്തിലെ ഇനി പറയുന്ന ഗ്രഹങ്ങളെ ഏറ്റവും സമൃദ്ധമായതിൽ നിന്നും കുറഞ്ഞ സമൃദ്ധിയിലേക്ക് ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് 2, 4, 1, 3 ആണ്. അതായത് ഏറ്റവും സമൃദ്ധമായത് നൈട്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ആർഗൺ, ശേഷം കാർബൺ ഡയോക്സൈഡ്. വായുപിണ്ഡ സ്ഥിരതയെക്കുറിച്ചുള്ള അതിൻ്റെ വിശദീകരണവുമായി പദം പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ശരി. അതായത് സ്ഥിരതയുള്ള വായുപിണ്ഡം എന്ന് പറയുന്നത് ലംബചലനത്തെ പ്രതിരോധിക്കുന്ന വായു പാളികളായ മേഘങ്ങളിലേക്കും മിനുസമാർന്ന വായുവിലേക്കും നയിക്കുന്നു. അസ്ഥിര വായുപിണ്ഡം ഇടിമിന്നലിലേക്കും പ്രക്ഷുബ്ധമായ വായുവിലേക്കും നയിക്കുന്ന ലംബചലനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വായു. സോപാധിക അസ്ഥിരത അപൂരിത വായുവിന് സ്ഥിരതയുള്ളതും എന്നാൽ പൂരിതമാകുമ്പോൾ ഉള്ളതുമായ വായു. 90ാമത്തെ ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ശരി. 2, 1, 4, 3. ജലത്തിൻ്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം കുറയുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. 91 വാതം ആഴക്കടൽ കിടങ്ങളുടെ രൂപീകരണത്തിന് എപ്പറോജനിക് ചലനങ്ങൾ കാരണമാകുന്നു. എപ്പറോജനസിസിൽ
പാറപ്പാളികൾക്ക് പ്രാദേശികവൽക്കരിക്കപ്പെടുകയും തീവ്രമായ മഴക്കുകളും വിള്ളലുകളും ഉൾപ്പെടുത്തുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. 92 അഗ്നിപർവ്വത ഘടകങ്ങളെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക. 1 ബി, 2 എ, 3 സി. മാഗ്മ ചെമ്പർ, ഉപരിതലത്തിനടിയിലെ ഉരുകിയ പാറയുടെ സംഭരണം. കുഴൽ, മാഗ്മ ഉയരുന്നതിനുള്ള പാത. വെന്റ്, അഗ്നിപർവ്വതവാതങ്ങളും വസ്തുക്കളും പുറത്തേക്ക് പോകുന്ന ദ്വാരം. 93 വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ഉപരിതല കാറ്റ് എതിർഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. 94 വെള്ളത്തിനടിയിൽ ഭൂകമ്പത്തിന്റെ ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ആഴവും ലംബസ്ഥാന ചലനവും. 95 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത്? ഓപ്ഷൻ സി വെള്ളം, പാറ, മണ്ണ്, ജൈവ അവശിഷ്ടം എന്നിവയുടെ മിശ്രിതത്തിൻ്റെയും ദ്രവവും ദ്രാവകവുമായ ചലനം പോലെയാണിത്. 96 താഴെ പറയുന്നതിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ? ഓപ്ഷൻ ബി ആകൃതിയിലുള്ള താഴ്വരയും ഗോർജുകളും. 97 താഴെ പറയുന്നതിൽ ഏതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാത്തത്? ഓപ്ഷൻ ഡി വർദ്ധിച്ച വിദ്യാഭ്യാസവും അവബോധവും. 98 ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരി. അതായത് സോളികകൾ എന്ന് വെച്ചാൽ പിന്നെ കർണാടക സംസ്ഥാനത്തിലെ ഗോത്രമാണ്. പിന്നെ കോളീസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ഗോത്രവർഗം. കുറുമ്പകൾ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഗോത്രവർഗം. ബൈഗാസ് എന്ന് പറയുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്തെ ഗോത്രവർഗം. 99 ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം താഴെ പറയുന്നവയിൽ സൂചിപ്പിക്കുന്നത്? സി ലാപ്സ് നിരക്ക്. 100 ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങൾ അറിയപ്പെടുന്നത് ട്രേഡ് വിൻഡ്സ് അല്ലെ വ്യാപാര കാറ്റുകൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താങ്ക് യു ഫ്രണ്ട്സ്.